കുട്ടി ഇപ്പൊ ചോദിച്ചത് വളരെ നന്നായി. ഗോപി മരിച്ചപ്പോ ബോഡി കൊണ്ടുവരാനൊക്കെ ഞാനും ഉണ്ടായിരുന്നു. കരയാതെ എന്താ ഇത്? കുറേ ദിവസം എനിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല. എന്തിനാ അവനിങ്ങനെ? ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറേശ്ശെയായിട്ട് മറ്റു പലതും മറക്കണ പോലെ അവനെ മറന്നു. ഇപ്പൊ അവനെ പറ്റി വീണ്ടും ആലോചിക്കുക. ആരായിരുന്നു അവനെനിക്ക്? എന്തേ അവനിങ്ങനെ വേഗം തീരാൻ? ഞാനൊക്കെ ഇങ്ങനെ തുടരുകയും. ശരിക്കും എന്തിനുള്ള കാരണം അറിയേണ്ടത്? അവൻ മരിച്ചുപോയതിൻ്റെയോ അതോ ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെയോ? രണ്ടിൻ്റെയും. അവൻ എൻ്റെ ജൂനിയറായിരുന്നു. സ്കൂളിലും കോളേജിലും സാഹിത്യത്തിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ കരുതിയത് അവൻ്റെ എഴുത്തുകാരനാകുമെന്നാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എൻജിനീയറിങ്ങിന് സെലക്ഷൻ കിട്ടിയപ്പോൾ അവൻ നാട്ടിൽ നിന്ന് പോയി. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കയ്യൂർ സമരനായകൻ, ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാ വി കെ നായനാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇന്ന് വൈകുന്നേരം കൃത്യം 6 മണിക്ക് അരയല്ലൂർ വായനശാല ഗ്രൗണ്ടിലെത്തുന്നു. കർഷക സമരങ്ങളുടെ പടനായകനും തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പോരാളിയുമായ സഖാ വി കെ നായനാർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ഇടയ്ക്ക് അവൻ ലീവിൽ വന്നാലും അവൻ്റെ ആ മുറപ്പെണ്ണിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയലായിരിക്കും. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ആ ഗോപി, നായകൻ സഖാ വി കെ നായനാർ നീ എപ്പോ വന്നടാ? നിനക്കന്ന് രാത്രിയില് ഞാനോട് വരാന്ന് വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഇവൾക്കൊരു ടെസ്റ്റ് ഉണ്ട് കോഴിക്കോട്. അപ്പോ സഖാവ് നായനാരുടെ പ്രസംഗം കേൾക്കാൻ നീ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിനക്കൊക്കെ ഇതിലെന്താ താല്പര്യം? ഹേയ്, അങ്ങനെയല്ല. നായനാരുടെ പ്രസംഗം സാധിക്കുമെങ്കിലും ഞാൻ മിസ് ചെയ്യില്ല. നിങ്ങളുടെ വരട്ട് കമ്മ്യൂണിസം മാത്രമല്ല, നേരിട്ട് ഉള്ളിന്ന് വരണത്. പോടാ പോടാ. അപ്പൊ നാളെ കാണില്ലേ? നാളെ ഉറപ്പായിട്ടും കാണും. വാ. പോട്ടെ. ആ പെണ്ണിന്റെ കല്യാണത്തിന് ശേഷം അവൻ തീരെ നാട്ടിൽ വരാതായി. അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴാണ് അവൻ പിന്നെ വന്നത്. ആ എടാ ഗോപി. ആ, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അതാ ഞാൻ വന്നത്. ഓ, ഞാൻ അറിഞ്ഞില്ല. ആ വഴിക്ക് പോയിട്ട് കുറേ ആയി. അമ്മയ്ക്ക് എന്താണ്? പ്രായത്തിൻ്റെ ഒക്കെ തന്നെ. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ കുറച്ചെല്ലാം ആയുർവേദമൊക്കെ ആയിട്ടിങ്ങനെ. നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഞാനിപ്പോൾ ഗുജറാത്തിൽ നിന്ന്. എന്താ നിന്റെ നെറ്റിയില്? ഓ, അതൊന്ന് വീണതാ. കുറേ ആയി. ഞാനും വീട്ടിലേക്കുണ്ട്. എനിക്ക് നിന്റെ അമ്മയൊന്ന് കാണാം. എവിടെ ബെഡ് പാൻ? ആണിനോ പെണ്ണിനോ? എൻ്റെ അമ്മയ്ക്ക് അടവ്. എന്തത്? അത് 2 ലാർജ്. ഏയ്, എനിക്ക് വേണ്ട. ഇപ്പോഴും കഴിക്കൂല? ഇല്ല. എന്നൊന്നു മതി. ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്ന് ആഗോള സഖാക്കൾ മദ്യപിക്കാൻ തുടങ്ങിയിട്ടും ഈ ലോക്കൽ സഖാവിന് യാതൊരു മാറ്റവും ഇല്ല. മാഷ് എന്താ കല്യാണം കഴിക്കാത്ത? അപ്പൊ താനോ? ഞാൻ മാഷ് കെട്ടിയിട്ട് കെട്ടാന്ന് കരുതിയിരിക്കുക. അവൻ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. രൂപത്തിലും ഭാവത്തിലും പഴയ ആ സ്നേഹം. അതിപ്പോ
അമ്മ മരിച്ചപ്പോൾ അവൻ അതുവരെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു. ഞാനിനി കേരളം വിട്ട് എവിടെയും പോണില്ല. കുറേ കാലം അലഞ്ഞു നടന്നു. പക്ഷേ ഒരുപാട് മനുഷ്യരെ കണ്ടു, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും. ഒറ്റയ്ക്കായ മനുഷ്യരൊക്കെ നിസ്സഹായരാ. അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും സഹായിക്കണം. സഹായിക്കാനായില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കണം. നീ ഇപ്പോഴീ പറയുന്നതാണ്ടാ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ. പിന്നീട് തിരുവനന്തപുരത്തേക്ക് അവൻ പോകുന്നത് വരെയുള്ള കുറേ മാസങ്ങൾ ഞങ്ങൾ മിക്കപ്പോഴും ഒരുമിച്ചായിരുന്നു. അവനെ ഞാൻ ശരിക്കറിഞ്ഞതും ആ സമയത്താണ്. If you don't become involved in politics, politics will eventually become involved in you. V.I. Lenin. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇത് നിന്നെപ്പോലെ അരാഷ്ട്രീയം എന്ന് സ്വയം നടിക്കുന്നവരെ ഓർമ്മിപ്പിക്കാനാണ്. നീ കേട്ടാ കുന്നമ്പുറം വരെ ഒന്ന് നടക്കാൻ. നീ നടക്ക്, എനിക്ക് വായനശാലയിൽ കുറച്ച് പണിയുണ്ട്. കണക്ക് നോക്കല്ലേ. മാഷേ, എന്തായി കാവല നിന്റെ ഭാര്യയ്ക്ക്? പ്രസവിച്ചോ? 5000 രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. രക്തം പോകുന്നുണ്ട്, നിർത്തിയില്ലെങ്കിൽ അപകടമാണെന്നും പറഞ്ഞു. ഡോക്ടർ അന്നമ്മ തോമസ് അല്ലേ? അതെ മാഷേ. പോവാം നമുക്ക്. അന്നമ്മ തോമസ് ഇങ്ങനെ പലതവണയായി കേട്ടോ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി. നോക്ക്, അതെ, തർക്കിച്ച് നിൽക്കാണ്ട് ആശുപത്രി പോയി ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ ആ കുട്ടി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ വല്ല ആശുപത്രിയിൽ കൊണ്ടാക്കാം. അല്ലാണ്ട് വെറുതെ സമയം കളഞ്ഞിട്ട് ഛേ. ഡോക്ടർ അന്നമ്മ തോമസിന്റെ വീട് എവിടെ? എന്ത് തെമ്മാടിത്തരാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം? ഐ എം ഡോക്ടർ അന്നമ്മ. മിണ്ടാതിരിക്കോടെ. അവരോടൊന്നും ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറ. ചെറിയ പെൺകുട്ടികളെ കുരുതി കൊടുത്തിട്ട് താനും തന്റെ ഈ എളപ്പക്കാരിയും കൂടി അങ്ങനെയോട് സൂഹിക്കണ്ടോ? 2 ജീവിതം നിങ്ങൾ തകർത്ത്. അവരോടൊന്നും ബഹളം വെക്കാതിരിക്കാൻ പറയും. മനുഷ്യരുടെ ദുരന്തങ്ങളോട് എത്ര ആത്മാർത്ഥമായിട്ട് അവൻ പ്രതികരിക്കുമെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത്. എടോ, താനൊരു ഡോക്ടർ തന്നെയാ, സമ്മതിച്ചു, വലിയ പദവി തന്നെയാ. പക്ഷെ വലിപ്പത്തിന്റെ കൂടെ തന്റെ ഉത്തരവാദിത്വം കൂടും. അത് താൻ മറന്നു. തന്റെ ഭാര്യയും. എടോ, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരലോ തന്റെ പണി. അല്ലാണ്ട് മരണത്തിലേക്ക് പറഞ്ഞേക്കില്ലല്ല. ഗോപി, കേസിൽ നിന്ന് നിന്റെ പേര് വെട്ടിയിട്ടുണ്ട്. നിനക്ക് ധൈര്യമായിട്ട് പോകാം. കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണ്ട. തിരുവനന്തപുരത്ത് നീ എന്താ പരിപാടി? എന്റെ ചില എഞ്ചിനീയർ സുഹൃത്തുക്കളുണ്ട് അവിടെ. എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്കണം.